എൻ്റെ പേര് അഖിൽ മനോജ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാനിവിടെ സെൻറ്റ് ജോസഫ് കോളേജിൽ 2015-18 മൾട്ടിമീഡിയ ബാച്ചിൽ പഠിച്ചതാണ്. സിനിമാ നടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡ്യൂസ് ചെയ്ത അഹമ്മദ് കബീർ ഡയറക്റ്റ് ചെയ്ത ജൂൺ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ ഭാഗ്യവശാൽ അവസരം കിട്ടി. സിനിമാ നടനായി എന്ന ഒരു ലെവലിലെത്തിയ ഒരാളാണ്. ജൂണിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഴ്സ് കഴിഞ്ഞ് നിന്ന സമയത്ത് പെട്ടെന്ന് മാർച്ചിൽ കോഴ്സ് കഴിഞ്ഞു, പെട്ടെന്ന് ഒരു ഓഡീഷൻ കണ്ടു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെയും സിനിമയാണ് ലക്ഷ്യം, അപ്പോൾ അതിലേക്ക് എത്തിപ്പെടണം. ചുമ്മാ എല്ലാവരും കൊടുക്കുന്ന പോലെ ഒരു കാസ്റ്റ് കോളിങ്ങിന് അപ്ലൈ ചെയ്തു. ദൈവഭാഗ്യത്താൽ അവർ വിളിച്ചു, അവിടെ പോയി പെർഫോം ചെയ്തു, അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അങ്ങനെയാണ് റോള് കിട്ടിയത്. ഷൂട്ടിങ്ങിനിടയിൽ എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജൂണിൻ്റെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ജൂലൈ 10-നാണ്. അത് എനിക്ക് കുറച്ച് കഴിഞ്ഞാണ് ഷൂട്ട് തുടങ്ങിയത്. അതിന് മുമ്പേ ഏപ്രിൽ ഓഡീഷൻ കഴിഞ്ഞിട്ട് ഒരു ജൂൺ തൊട്ടേ ഞങ്ങൾക്കൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരാഴ്ചത്തെ സിദ്ധാർത്ഥ് ശിവ സാറിൻ്റെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, ഈ ക്യാരക്ടേഴ്സ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ തൊട്ടേ എല്ലാവരുമായിട്ട് നല്ല മിങ്കിളായി. ഡയറക്ടേഴ്സ് ടീമാണെങ്കിലും എല്ലാവരും സെറ്റിലുള്ള ക്രൂവിലുള്ള മിക്കവരെയും നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ക്യാരക്ടർ ചെയ്യുന്നതെന്നുള്ളത് അവർക്കും അറിയാം, എല്ലാവരും നന്നായിട്ട് അറിയാം. അപ്പം ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ലൊക്കേഷൻ ആദ്യത്തെ ഒരു സിനിമയിൽ പോയി വർക്ക് ചെയ്യുന്ന പോലെ അല്ല തോന്നിയത്. കാരണം അങ്ങനെ ഒരു സിനിമ ഷൂട്ടിംഗ് അന്നേ തോന്നിയിട്ടില്ല. കാരണം സ്കൂൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂളിൽ എങ്ങനെ പോകുന്നു അതുപോലെയാണ്. എല്ലാവരും തമ്മിൽ അറിയാം, എല്ലാവരും നല്ല കമ്പനിയാണ്, നല്ല മിങ്കിളായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു എല്ലാവരും തമ്മിൽ. ഞങ്ങൾക്ക് ജൂണിൻ്റെ ഷൂട്ട് നടന്നത് ബോംബെയിലൊക്കെ ഷൂട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സ്കൂൾ പോർഷനും പിന്നെ ക്ലൈമാക്സിൽ ചെറിയൊരു പോർഷനും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ട് നടന്നത് വൈക്കത്തും തിരുവല്ല ബിലീവേഴ്സ് സ്കൂളിലും പിന്നെ പത്തനംതിട്ടയിലെ ഒരു ജംഗ്ഷനിലുമാണ് ഞങ്ങൾക്ക് ഷൂട്ട് നടന്നത്. പിന്നെ എൻ്റെ കൂടെ തന്നെ ഓഡീഷൻ വഴി സെലക്ട് ചെയ്ത ഒരു 16 പുതുമുഖങ്ങൾ, ഇപ്പോൾ മിന്നി എന്ന് പറഞ്ഞ സോങ്ങിലൂടെ ഹിറ്റായി നിന്ന സർജാന ഉൾപ്പെടെ 16 പുതുമുഖങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ സിനിമ ഫീൽഡിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ട 2 ഫിലിം സ്റ്റാർസ് അർജുനും രജിഷയാണ്. അപ്പോൾ അവർ ആ ഒരു സ്റ്റാർഡം ഒന്നും ഇല്ലാതെ നമ്മുടെ അടുത്ത് നമ്മളെങ്ങനെയാണോ എല്ലാവരും ഫ്രണ്ട്സായിട്ട് എങ്ങനെ നിൽക്കുന്നു അതുപോലെയാണ് ഇതിൽ നിന്നിട്ടുള്ളത്. ജൂണിൻ്റെ ക്രൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ജൂണിൻ്റെ ക്രൂവിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ന്യൂ കമേഴ്സാണ്. ക്യാമറമാൻ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അഭിനയിക്കുന്ന 16 പേരാണെങ്കിലും എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും പുതിയ ആൾക്കാരാണ്. പിന്നെ ക്യാമറമാൻ ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സീനിയറാണ്, SJCC സീനിയറാണ് ജിതിൻ ചേട്ടൻ. ഫസ്റ്റ് ഒരു വർക്ക് എന്നുള്ള രീതിയിലല്ല വർക്ക് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പടം കാണുമ്പോൾ വിഷ്വൽസ് കാണാൻ വരും, നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് സെറ്റിൽ. അവരത് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ വളരെ നല്ലൊരു ക്രൂ ആയിരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഫ്രണ്ട്ഷിപ്പാണ് സിനിമയുടെ ഏറ്റവും വലിയ ഘടകം, സിനിമയിലാണെങ്കിലും സിനിമയുടെ പുറത്താണെങ്കിലും. പിന്നെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു ഷൂട്ട്. കാരണം സ്കൂൾ ലൈഫ് തിരിച്ചു കിട്ടിയ ഒരു ഫീലായിരുന്നു. നമ്മൾ യൂണിഫോം ഇട്ടിട്ട് ഞാൻ പഠിച്ചത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ ഇപ്പം ഷൂട്ട് നടക്കുന്നത് CBSE സ്കൂളിലാണ്. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ച സയൻസ് ആയിരുന്നു. ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന ക്യാരക്ടർ പഠിക്കുന്നത് കൊമേഴ്സാണ്. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സായ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്കൂൾ ലൈഫിൽ നമ്മൾ സ്കൂളിൽ യൂണിഫോം ഇട്ടിട്ട് എല്ലാവരും കൂടെ പോവുക. പിന്നെ അസംബ്ലിക്ക് ഒരു ദിവസം ഷൂട്ട് നടക്കാൻ നേരം പെട്ടെന്ന് അസംബ്ലി നടക്കും. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു അസംബ്ലിക്ക് ഒരു റോ ആയിട്ട് കയറി എന്നോളം പറഞ്ഞു. എന്നിട്ട് അവരെന്തവിടെ ചെയ്യുന്നു അതെല്ലാം നമ്മളവിടെ ഏറ്റു പറയുക, പ്ലെഡ്ജ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുമുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസർ മലയാള സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഞാൻ അറിഞ്ഞത് വെച്ച് ഞാൻ കണ്ടിട്ടും നേരിട്ട് കണ്ട് എനിക്ക് ഉള്ള അറിവ് വെച്ചിട്ട് അദ്ദേഹം പുതിയതായിട്ട് വരുന്ന ആരായാലും, ഒരു അഭിനേതാവാണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് നല്ല കഴിവുള്ള ആളാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അവരെ എങ്ങനെയും മുന്നിലേക്ക് എത്തിക്കാൻ വളരെ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഫ്രൈഡേയുടെ ഒരു പടത്തിൽ വരിക എന്നുള്ളത്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ആട്, അങ്കമാലി, മുദ്ദുകം എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡേയുടെ.
അങ്ങനെ ഇഷ്ടംപോലെ സിനിമ, അടികപ്പേരെ കൂട്ടമണി, അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ട് എനിക്ക് ഫ്രൈഡേ, കാരണം നല്ലൊരു ലേബലുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്, അപ്പോൾ അതിൻ്റെ കീഴിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ സാധിച്ചതിന് ഭയങ്കര സന്തോഷമുണ്ട്. ലൈഫിൽ ആദ്യത്തെ അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ളൊരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9th പഠിക്കുമ്പോൾ സ്കൂളിൽ സ്കിറ്റ് ചെയ്തു. നാടകമാണ് മത്സരം, യൂത്ത് ഫെസ്റ്റിവൽ. പക്ഷേ ഞങ്ങൾ കോമഡി സ്റ്റാർസോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമിനകത്ത് വന്നൊരു കോമഡി ഷോ അതിനകത്ത് സ്കിറ്റ് എടുത്തിട്ട് ഞങ്ങൾ പെർഫോം ചെയ്തു. അതാണ് ആദ്യത്തെ എനിക്ക് ഓർമ്മയുള്ളൊരു പെർഫോമൻസ്. പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് സ്റ്റേജിൽ കയറാൻ ഭയങ്കര ചമ്മലുള്ള ഒരാളായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു സ്റ്റേജിൽ കയറാൻ. ആൾക്കാർ എന്നെ എങ്ങനെയാണ്, കാരണം എനിക്ക് ഒരുപാട് കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ആദ്യം പേടിയായിരുന്നു മറ്റുള്ളവർ മുന്നിൽ ഫേസ് ചെയ്ത് ഒരിടത്ത് അടുത്ത് ഇങ്ങനെ കയറി നിൽക്കാനൊക്കെ. അപ്പം ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, അപ്പോൾ അവരുടെ എല്ലാവരും ഇത് വെച്ച് നമ്മൾ സ്കിറ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ബാക്കിയെല്ലാം ക്ലാസ്മേറ്റ്സ് ഒക്കെ ആണല്ലോ, ആ ഒരു ഇതിൽ ചെന്ന് കയറി. അപ്പോൾ ഒരു മെയിൻ റോൾ തന്നെയാണ് അതിനകത്ത് അഭിനയിച്ചത്, കോമഡി റോളാണ് ചെയ്തത്. അപ്പം ആൾക്കാരുടെ നടുക്കൂടാണ് എൻ്റെ എൻട്രി. അപ്പോൾ തന്നെ ഭയങ്കര കൈയടിയാണ്. ഈ സ്കിറ്റ് നേരത്തെ കണ്ട കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്, അപ്പോൾ അവർ പറഞ്ഞ് ഈ സ്കിറ്റിൽ അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൈയടിയായിരുന്നു. ഇറങ്ങിയപ്പോൾ പിന്നെ കുറേ പേര് വന്ന് എന്നോട്, എന്നെ അറിയാത്ത കുറേ പിള്ളേരൊക്കെ ഉണ്ട്, കൊച്ചു പിള്ളേരൊക്കെ, അവരൊക്കെ വന്ന് എന്നോട് പേരൊക്കെ ചോദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ആണെങ്കിൽ അച്ഛൻ മ്യൂസിക് സാറാണ്, പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിൻപുറത്ത് ഉള്ള ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. അപ്പോൾ പക്ഷേ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാനിങ്ങനെ മീഡിയയാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ ചോദിക്കുക അതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, രക്ഷപ്പെടുവോ, എന്തെങ്കിലും കിട്ടുമോ, ജോലി കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ മാത്രമല്ല കുറേ പേർക്ക് അറിയാം. നാട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഫ്ലെക്സൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, 3 ഇടത്തൊക്കെ ഒരു ഫ്ലെക്സൊക്കെ അടിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ച് ഇന്ന ആളല്ലേ, മനോജിൻ്റെ മോനല്ലേ, സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ എന്ന് ചോദിച്ചു. അപ്പം കുറേ പേര് അറിയാം, അറിയാത്ത കുറേ ആൾക്കാർ കൂടെ അറിയുമോ ഇന്ന ആളാണ്, ഇന്ന ആളുടെ മകനാണല്ലേ, ഇന്നടത്തുള്ള ആണ്. നാട്ടിലെ അറിയാത്ത കുറേ ആൾക്കാർ കൂടെ അറിയാം. പിന്നെ അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട് നാട്ടിൽ നിന്ന്. ഇപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്നത്, ഞങ്ങൾ 3 വീട്ടിലായിട്ട് ഞങ്ങളുടെ കുടുംബം മൊത്തം താമസിക്കുന്നത്. അതിൽ എൻ്റെ വീട്ടിലിപ്പോൾ അച്ഛൻ, അമ്മ, അനിയനാണുള്ളത്. അച്ഛൻ മ്യൂസിക് സാറാണ്, അമ്മയും മ്യൂസിക് ടീച്ചറാണ്, അനിയൻ +2 പഠിക്കുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം എന്നോട് ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല എന്ത് പോകണം എന്നുള്ളത്. പണ്ട് തൊട്ടേ സിനിമയായിരുന്നു ആഗ്രഹം. ചെറുപ്പം തൊട്ടേ അച്ഛൻ എന്നെ സിനിമ കാണിക്കാൻ കൊണ്ടുവരുന്നു. അപ്പോൾ സിനിമയാണ് അന്ന് തൊട്ട് മനസ്സിൽ കയറിയത്. അപ്പോൾ ഡയറക്ഷനായിരുന്നു ആദ്യം നോക്കിയത്. അപ്പോഴും എന്നോട് +2 കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു എന്താ പഠിക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒന്നും മറുത്ത് പറഞ്ഞില്ല, അപ്പോൾ തന്നെ പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്നൈയിൽ ആദ്യം പോയി പഠിച്ചു 1 വർഷം. അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തു, കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഡ്രോപ്പ് ചെയ്തപ്പോഴും എന്നോട് ചോദിച്ചില്ല എന്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വന്ന് ഇവിടെ SJCCയിൽ ചേരണമെന്ന് പറഞ്ഞു. അപ്പോഴും എന്നോട് ചോദിച്ചില്ല, കൊണ്ട് ചേർത്തു. കറക്റ്റ് കോഴ്സ് കഴിയുമ്പോഴത്തേനും സിനിമയിൽ കിട്ടി കഴിഞ്ഞു. അവർ ഭയങ്കര ഹാപ്പിയാണ്. കൂട്ടുകാരുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ എനിക്ക് വീട്ടുകാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് കൂട്ടുകാരാണ് എല്ലാം. നാട്ടിലാണെങ്കിലും കോളേജിലാണെങ്കിലും അല്ലാതെ കിട്ടിയ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവരാണ് പിന്നെ നിന്ന് ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഇപ്പോൾ അവരുടെ കൂട്ടുകാരനാണെന്ന് എന്നെ വെച്ച് പറയുമ്പോൾ അവർക്കൊരു അഭിമാനം, അത് കാണുമ്പോൾ ഒരു സന്തോഷം. ജൂണിന് ശേഷം ജൂൺ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ അടുത്ത സിനിമയിലേക്ക് ഒരു ചാൻസ് തന്നു കഴിഞ്ഞാൽ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. പിന്നെ നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അഭിനയം അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര പെട്ടെന്ന് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഡയറക്ഷനൊക്കെ പഠിച്ച് അങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയി എങ്ങനെയും സിനിമയിലേക്ക് കയറണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്നുള്ളൊരു വലിയൊരു പ്ലാനൊന്നുമില്ല. നല്ല നല്ല ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. പിന്നെ പറ്റുന്ന രീതിയിലൊക്കെ ചോദിക്കുകയും ചെയ്യാം, ചാൻസൊക്കെ ചോദിച്ച് അങ്ങനെ സിനിമയിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. സിനിമയാണ് ഇഷ്ടം. അത് ഇപ്പം ഏത് ബിഹൈൻഡ് ക്യാമറ ആണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും സിനിമയിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹം. കിട്ടാതെ പോയവരോട് പറയാമെന്ന് പറഞ്ഞാൽ ഞാനൊരു 2 ഓഡിഷനിലേ പോയിട്ടുള്ളൂ. ആദ്യത്തെ ഓഡിഷനിൽ പോയ ആ മൂവിയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ചെറിയ റോൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചൈൽഡ്ഹുഡ് ക്യാരക്ടറിൽ ഡയലോഗ് ഒന്നുമില്ല, ജസ്റ്റ് 2-3 ഷോട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് ജൂൺ കിട്ടുന്നത്. ഈ കിട്ടാത്തവരോട് പറയാനായിട്ട് ട്രൈ ചെയ്താൽ കിട്ടാതിരിക്കാനൊന്നുമില്ല. കാരണം നമ്മുടെ പെർഫോമൻസ് കണ്ട് അവർ ഈ ഡയറക്ടറോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോ ഒരു ക്യാരക്ടറോ ഒരാളെ മൊത്തത്തിൽ വരച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതിനനുസരിച്ച് ഒരാളെ അവർ കിട്ടുന്നത് വരെ അവർ സെർച്ച് ചെയ്യും. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നെ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയതുകൊണ്ടാണ് നിന്നെ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്താൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. എനിക്ക് ഒരുപാട് സന്തോഷം, കാരണം ഇതെൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് ഒരു ചാനലിന് വേണ്ടി. അത് സ്വന്തം ഞാൻ പഠിച്ച എൻ്റെ കോളേജിലെ എൻ്റെ കോളേജിൻ്റെ ആയ MVTVയുടെ ആകുമ്പോഴത്തേനും ഇരട്ടി സന്തോഷം.